സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം പൂർണ്ണം. സമരമെന്നറിയാതെ എത്തിയവരും ദീർഘദൂര യാത്രക്കാരും വലഞ്ഞു. അതേസമയം സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തള്ളി. ഈ മാസം 22 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. വടക്കൻ കേരളത്തിലാണ് ബസ് സമരം ഏറെ ബാധിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയവരും ദീർഘദൂര യാത്രക്കാരും വലഞ്ഞു. ഈ ബസ് സമരം നേരത്തെ അറിയില്ലായിരുന്നു. ഇപ്പം ഇവിടെ വന്നേരാന്ന് അറിയുന്നത്. മിന്നൽ പണിമുടക്കിന്റെ കാര്യം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. KSRTC അധിക സർവീസ് നടത്തുമെന്ന് അറിയിച്ചെങ്കിലും സമയത്തിന് ബസ് കിട്ടാതെ വലഞ്ഞവരുമുണ്ട്. ചെയ്ത മഴയത്ത് ഇങ്ങനെ ഒരു സമരം നടന്നാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. വടകര തൊട്ടിൽപ്പാലം റൂട്ടിൽ PP ഗ്രൂപ്പിന്റെ ബസ്സുകൾ സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. തൃശൂരിൽ തിരക്കേറിയ റൂട്ടുകളിൽ KSRTC സമാന്തര സർവീസുകൾ നടത്തി. സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അപ്രായോഗികമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കൊലക്കേസിൽ പ്രതിയാവുകയും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലും ഒക്കെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വയ്ക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻറ് നിലപാടാണ്. ഞാൻ മേൽ പറഞ്ഞ 3-4 കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുത്താൽ മതി. രാവിലെ എണീച്ച് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ബസ് ഉടമകൾ നിലപാട് കടുപ്പിച്ചു. 22 മുതൽ സമരവുമായി മുന്നോട്ടു പോകും. ഈ 11 കൊല്ലമായിട്ട് ഈ വിഷയത്തിന്റെ മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന മന്ത്രി ഈ വിധത്തിലുള്ള ഒരു ന്യായം പറയുന്നത് ശരിയല്ല. ഈ മേഖലയെ നശിപ്പിക്കാനേ അത് ഉതകുള്ളൂ. ഒരു സംശയമില്ല, സമരമായി ഈ ആവശ്യമായ ജനകീയ സമരം വിജയിക്കണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ പരിഹരിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 24 കോഴിക്കോട്.